ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് മിസ്ബാൻ. സയൻസ് ട്രക്കിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് +1 സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ പാർട്ട് 4 ക്ലാസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾമോസ്റ്റ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഐ ബട്ടൺ അല്ലെങ്കിൽ ഐക്കൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിലോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ക്ലാസ്സിൻ്റെ എല്ലാം അവിടെ നിങ്ങൾക്ക് ലിങ്കുകളെല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സയൻസ് ട്രക്കിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. +1ൻ്റെയും +2ൻ്റെയും ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു സയൻസ് ട്രക്കിൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ +2 ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റുഡൻസ് ആണ് ഈ ക്ലാസ്സുകൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതോടൊപ്പം ലൈവ് ക്ലാസ്സുകൾ +1 സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു സയൻസ് ടെക്കിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ ഒരു വാട്സാപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ടായിരിക്കും. ആ വാട്സാപ്പ് നമ്പർ വഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോമ്പിനേഷൻ ഓഫ് എറർ തന്നെയുള്ള എറർ ഇൻ പ്രോഡക്റ്റ് ഓർ കോഷ്യൻ്റ് ആണ്. എറർ ഇൻ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ വരുന്ന സമ്മും ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എറർ ഇൻ പ്രോഡക്റ്റ് ഓർ കോഷ്യൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് എറർ ഇൻ പ്രോഡക്റ്റ് ഓഫ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, A/B ഓർ A/B എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ നമുക്ക് എഴുതാനായിട്ടുള്ളൂ. എന്ത് ചെയ്താൽ നമുക്ക് = പെർസെൻറ്റേജ് ഓഫ് എറർ ഇൻ A പ്ലസ് പെർസെൻറ്റേജ് ഓഫ് എറർ ഇൻ B ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ, പെർസെൻറ്റേജ് ഓഫ് എറർ ഇൻ A പ്ലസ് പെർസെൻറ്റേജ് ഓഫ് എറർ ഇൻ B ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അബ്സല്യൂട്ട് ΔA ഡിവൈഡഡ് ബൈ A ഇൻറ്റു 100 പ്ലസ് ΔB ഡിവൈഡഡ് ബൈ B ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മൾ ഫസ്റ്റ് ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു. ആ ഒരു ഇക്വേഷൻ്റെ കണ്ടീഷനിൽ തന്നെ ഞാൻ എന്ത് പറഞ്ഞായിരുന്നു, അബ്സല്യൂട്ട് എറർ എങ്ങനെയാണ് സമ്മും ഡിഫറൻറ്റ് വരുന്നതെന്നും അബ്സല്യൂട്ട് എറർ എങ്ങനെ വരുന്നതെന്നും പെർസെൻറ്റേജ് എറർ എങ്ങനെ വരുന്നതെന്നും പറഞ്ഞായിരുന്നു. ഇതൊന്നും ഇത്രയേ ഉള്ളൂ എങ്കിൽ എന്താണ്, ഇത്ര മാത്രമേ ഉണ്ടെങ്കിൽ അബ്സല്യൂട്ട് എറർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ. ഇത് ഇത്രയും വന്നു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എറർ. ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചു പോയാൽ മതി. ഈ ഇക്വേഷൻ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഓർത്ത് വെച്ചാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അടുത്ത നമ്മൾ നോക്കിക്കുക, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുകയാണ്. എറർ ഇൻ പ്രോഡക്റ്റ് ഓർ കോഷ്യന്റുമായി റിലേറ്റ് ചെയ്ത എക്സാമ്പിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഇഫ് ദ പെർസെൻറ്റേജ് ഓഫ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് വോൾട്ടേജ് ഈസ് 5% and its current is 2%, what is the percentage error in resistance power? അപ്പോൾ നോക്കിക്കേ, ഇതുപോലുള്ള ഈ ക്വസ്റ്റ്യൻസ് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കണ്ടതുകൊണ്ട് പല കുട്ടികളും എന്ത് ചെയ്യത്തില്ല. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സ്റ്റുഡൻസ് ഈ ക്ലാസ് കാണുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് നന്നായിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഇതുപോലൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓംസ് ലോ ആണ്. ഓംസ് ലോ റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓംസ് ലോ റിലേറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഓംസ് ലോ എന്തെന്നറിയണം, എന്താണ്, വിയും ഐയും ആറും ആണ്. ശരിയല്ലേ? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം ഓംസ് ലോ, ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കേസാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്, റെസിസ്റ്റൻസ് R എന്താണ്, V/I. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എഴുതാനായിട്ട് പോകുന്നത്. R V/I ആണ് എഴുതാനായിട്ട് പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ് പവർ. റെസിസ്റ്റൻസ് V എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്, എനിക്ക് 5% എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് I എന്ന് പറയുന്നത് എന്താണ്, 2% എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ പെർസെൻറ്റേജ് 7% ആണ് കേട്ടോ. വേറെ ഒന്നും എഴുതണ്ട. നമുക്കിത് പെർസെൻറ്റേജിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ തന്നിരിക്കുകയാണ്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നാൽ ΔA ഡിവൈഡഡ് ബൈ A ഇൻറ്റു 100 എന്നുള്ള വാല്യൂ ഇല്ലേ, ആ വാല്യൂ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിലൂടെ എന്ത്, ΔV ഡിവൈഡഡ് ബൈ V ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. = 5% എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായോ?
അപ്പം ഈ എല്ലാ വാല്യൂവും കൂടെ ചേർത്ത് എന്താ തന്നിരിക്കുന്നത്, നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായി? അതേപോലെ എന്താ ഡെൽറ്റ ഐ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് എഴുതിയാൽ ഇതിൻ്റെ ആൻസറായി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതുപോലെ പല കുട്ടികൾ കണ്ടിട്ടുണ്ട്, ഇതുപോലെയൊക്കെ ഇട്ട് ചെയ്ത് നോക്കും, പക്ഷേ ആൻസർ ഒന്നും എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതി. എന്താണ് പെർസെൻറ്റേജാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് പറഞ്ഞാൽ എന്താണ് 5% എന്തായിട്ട് എഴുതാൻ പറ്റും, 7 ആയിട്ട് എഴുതാനായിട്ട് പറ്റും. 2% തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കേസ്, ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഡിവിഷൻ ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, R = V/I എന്നാണ് തന്നിരിക്കുന്നത്. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, പ്ലസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത പവർ P = V × I ആണ്. അവിടെ എന്താ വന്നിരിക്കുന്നത്, പ്രോഡക്റ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അഡിഷൻ ആണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്താണ് V എന്ന് പറയുന്നത് 5 തന്നിട്ടുണ്ട്, പ്ലസ് എന്താ തന്നിരിക്കുന്നത്, I എന്ന് പറയുന്നത് എത്ര എന്ന് തന്നിട്ടുണ്ട്, 2 എന്ന് തന്നിട്ടുണ്ട്. അവിടുത്തെ പെർസെൻറ്റേജ് എത്രയാണ്, 7% ആണ്. മനസ്സിലായോ? അപ്പം എറർ ഇൻ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, പെർസെൻറ്റേജ് എറർ ഇൻ A പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ B. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. പെർസെൻറ്റേജ് എറർ ഇൻ A എന്ന് പറയുന്നത് B ഇൻറ്റു ആണ് എന്നുണ്ടെങ്കിൽ എന്താ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലസ് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ എഴുതിയാൽ മതി. എറർ ഇൻ പെർസെൻറ്റേജ് എന്താണ് V പ്ലസ് എന്താണ് എറർ ഇൻ പെർസെൻറ്റേജ് I. ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് എഴുതാനായിട്ടുള്ളത്. കൺഫ്യൂസിങ് ഒരിക്കലും വരരുത്. ഡിവൈഡഡ് ബൈക്ക് നമ്മൾ ഡിവൈഡ് അല്ല ചെയ്യുന്നത്, അഡിഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് എന്ത് ചെയ്യാനുള്ള എഴുതാനുള്ളത്. പെർസെൻറ്റേജ് എറർ ഇൻ V പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ I ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എറർ നമുക്ക് കിട്ടും. എന്ത് കിട്ടും, ഇവിടെ റെസിസ്റ്റൻസ് എങ്കിൽ എന്താണ് 7 കിട്ടി. ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് എറർ ഇൻ V പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ I ആണ് കിട്ടിയിരിക്കുന്നത്. എന്താ പെർസെൻറ്റേജ് എറർ ഇൻ V എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 2 എന്ത് കിട്ടി, ആൻസർ 7 കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് കണ്ടിട്ടുള്ളത്. ഇതുപോലെ സിമ്പിളായിട്ട് എഴുതാനുള്ള കേസേ ഉള്ളൂ. ഈ ഒരു രീതിയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ഒരു കേസിൽ ചിന്തിക്കരുത്. ഇതിൻ്റെ ആൻസറാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഗീവൺ ആയിട്ട് 5% എന്ന് തന്നിരിക്കുന്നത്. അപ്പം ഇതുമായി റിലേറ്റ് ചെയ്ത് റിലേറ്റീവ് എററുമായി ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റെസിസ്റ്റൻസ് ഓഫ് R എന്താണ്, R = V/I. ഇവിടെ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഇക്വേഷൻ എന്ത് എന്നുള്ളതിനെ പറ്റി. റെസിസ്റ്റൻസിന്റെ ഓംസ് ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. R = V/I തന്നിട്ടുണ്ട്. വേർ V = 100 ± 3 volt ആൻഡ് I = 10 ± 0.2 ആംപിയർ. ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ R ആണ് തന്നിരിക്കുന്നത്. നേരത്തെ കേസിൽ എന്താണ്, പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. V എന്ന് പറഞ്ഞ് നമുക്ക് നേരത്തെ തന്നിരുന്ന 5 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. I എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ ആൻസർ എന്താ 2% നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം, അപ്പോൾ റെസിസ്റ്റൻസ് R ആണ് എങ്കിൽ V നമുക്ക് ഫസ്റ്റ് എഴുതണം. V എന്താ എഴുതേണ്ടത്, ഡെൽറ്റ V ഡിവൈഡഡ് ബൈ V. നോക്കാം, നമുക്ക് R = എന്താ, റെസിസ്റ്റൻസ് R = ഡെൽറ്റ V ഡിവൈഡഡ് ബൈ V × 100 പ്ലസ് ഡെൽറ്റ I ഡിവൈഡഡ് ബൈ I × 100 ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ശരി, നമുക്ക് നോക്കാം. ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ എവിടെയുള്ളതാണ്, ആദ്യമുള്ളതാണോ അവസാനമുള്ളതാണോ നമുക്ക് ഇവിടെ വരുന്നത്. ഇപ്പോൾ നോക്കിക്കേ, പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ V ഡിവൈഡഡ് ബൈ V × 100 പ്ലസ് ഡെൽറ്റ I ഡിവൈഡഡ് ബൈ I × 100. നമുക്ക് എന്താ എഴുതാന്ന്, ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത്, ഇതാണ് ഡെൽറ്റ V ആയിട്ട് നമുക്ക് വരുന്നത്. നമ്മൾ നോക്കി ഇവിടുത്തെ V എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് എടുക്കുകയാണ്. V എന്ന് പറഞ്ഞാൽ V പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ V ആണ്. മനസ്സിലായി? V നമുക്ക് എന്ത് ചെയ്യാം, V പ്ലസ് ഡെൽറ്റ V എന്നാണ് നമ്മൾ എഴുതുന്നത്. അതേപോടൊപ്പം തന്നെ എന്ത് I പ്ലസ് ഓർ മൈനസ് എന്താണ്, ഡെൽറ്റ I എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് വരുന്നത്, 3 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ V എന്ന് പറഞ്ഞാൽ 100 × 100 പ്ലസ് ഓർ മൈനസ് എന്ത് ചെയ്യുക, ഡെൽറ്റ I എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നത്, ഡെൽറ്റ I എന്ന് പറഞ്ഞാൽ 0.2 ഡിവൈഡഡ് ബൈ 10 × 100. ഇത് ചെയ്യുമ്പോഴേക്കും ഇതും എന്ത് ചെയ്യും, ക്യാൻസലായി പോകുന്ന, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 3 വരുന്നുണ്ട്. പ്ലസ് ഇവിടെ എന്താ വരുന്നത്, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസലായി പോകുന്നുണ്ട്. 0.2 × 10 വരുമ്പോഴേക്കും എന്ത് 2 വരുന്നു. അപ്പോൾ എന്ത് കിട്ടും,
5% ആണ് എന്ത് പറയുന്നത് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5% ആണ്. അപ്പൊ നോക്കിക്കേ, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? നേരത്തെ ഇവിടുത്തെ 3% ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അത് 2% ഡയറക്റ്റ് ആയിട്ട് തന്നത് കൊണ്ടാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയത്. ഇവിടെ പക്ഷേ എന്താ തന്നിട്ടുള്ളൂ? ഇതുപോലെയാണ് തന്നിരുന്നത്. മനസ്സിലായോ? V = 100 ± 3 വോൾട്ട് എന്നും I = 10 ± 2 എന്ന് നമുക്ക് എന്ത് ചെയ്ത് തന്നിരിക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ എന്തിലേക്ക് മാറ്റിയത്? ഇതിനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റിയത്. മനസ്സിലായോ? അപ്പോൾ എറർ ഇൻ പെർസെൻറ്റേജ് നമ്പർ എത്രയാണോ, അപ്പോൾ നോക്കി ഇവിടുത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ ഇത് ഇവിടുത്തെ കണ്ടീഷൻ എറർ ഇൻ പെർസെൻറ്റേജ് ഓഫ് ഏതാണ് എന്നുള്ളത്. ഇവിടെയും എറർ ഇൻ പെർസെൻറ്റേജ് ഓഫ് ഏതാണ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇതിൽ നിന്ന് സിമ്പിളായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ എറർ ഇൻ പവർ ആൻഡ് എക്സ്പോണന്റ് നമ്മൾ എന്ത് പഠിച്ചായിരുന്നു? സമ്മും ഡിഫറൻസും പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് പഠിച്ചായിരുന്നു? പ്രോഡക്റ്റും കോഷ്യന്റും പഠിച്ചു. അടുത്ത് തേർഡ് വൺ എന്ന് പറയുന്ന പവർ ഓർ എക്സ്പോണന്റ് ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് എന്ത് ചെയ്യാം നമുക്ക്? Z = x raised to a divided by y raised to b എന്ന് പറയുന്ന ഒരു ഇത് വന്ന് എക്സ്പോണൻഷ്യൽ പവറുമായിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നോക്കിക്കേ, പെർസെൻറ്റേജ് ഓഫ് എറർ Z = പവർ ഓഫ് ഏതാണോ നമ്പർ അത് എഴുതുക. അപ്പോൾ നോക്കാം, നമുക്ക് പവർ ഓഫ് ഏതാണ്? എക്സ്, അതോടൊപ്പം തന്നെ പ്ലസ് എന്താ? പവർ ഓഫ് വൈ, അതും കൂടെ എന്ത് ചെയ്ത് ആഡ് ചെയ്താൽ മതി. എന്താ നമുക്ക് എ ഇൻറ്റു പവർ ഇൻറ്റു എന്താണ്? പെർസെൻറ്റേജ് ഓഫ് എന്താണ്? എക്സ് പ്ലസ് എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ബി ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് എന്താണ്? വൈ. ഇത്ര കാര്യം മാത്രമാണ് ഉള്ളത് ഇതിൽ പഠിക്കാനായിട്ട്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എറർ Z = എ എന്ന് വെച്ചാൽ പവർ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് എന്താണ്? ആ എക്സ് എങ്കിൽ അത്. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലസ് ബി ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് എറർ ഇൻ എന്താണ്? വൈ. ഇത്ര കേസേ ഉള്ളൂ. ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാം? Z⁻² എടുക്കാം. Z⁻² എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ഇൻറ്റു എന്താ? Z എടുക്കുക. Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ Z ഡിവൈഡഡ് ബൈ Z ഇൻറ്റു 100 പെർസെൻറ്റേജ് ഓഫ് എറർ. പെർസെൻറ്റേജ് ഓഫ് Z എടുത്തിരിക്കുന്നു. ഇത്ര കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചെയ്ത് പഠിക്കാനായിട്ട്. n എഴുതി, അല്ലെങ്കിൽ നോക്കാം Z² ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി. Z² = പവർ എഴുതി, അതുപോലെ 2 ആണ് അതിന്റെ പവർ. ഇനി Z അല്ലേ ഉള്ളത്? Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ Z ഡിവൈഡഡ് ബൈ Z. ഇതെന്തായി? റിലേറ്റീവ് എററായി. അതിന്റെ കൂടെ ഒരു 100 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? പെർസെൻറ്റേജ് എററായി. മനസ്സിലായോ? അപ്പോൾ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇത്ര മാത്രമേ ഉള്ളൂ റിലേറ്റീവ് എറർ. ഇതാ വേറൊരു ക്വസ്റ്റ്യൻ എഴുതാൻ ഞാൻ A⁻n എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എഴുതി. അപ്പോൾ A⁻n എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? പവർ എന്ന് പറയുന്നത് n ആണ്. എന്നിട്ട് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ A ഡിവൈഡഡ് ബൈ A ആയി. ഇത് ഇത്രയും എഴുതുമ്പോഴേക്ക് എന്താ കിട്ടി എനിക്ക്? റിലേറ്റീവ് എററായി. ആ റിലേറ്റീവ് എററിന്റെ കൂടെ ജസ്റ്റ് ഒരു 100 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇത് മാറി എന്തിലേക്ക് മാറി? പെർസെൻറ്റേജ് എററിലേക്ക് മാറി. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് എന്ത് ചെയ്യുക? ഇതിനെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി പി റിലേറ്റഡ് ഫോർ ഒബ്സർവബിൾ എ ബി സി ഡി ആൻഡ് ഡി പി = a³ b² ഡിവൈഡഡ് ബൈ √c ഇൻറ്റു ഡി. The percentage error measurement ABC are respectively 1%, 2%, 4% and 2% respectively. What is the percentage error in P? അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്ന് എൻട്രൻസിനാണ് മെയിനായിട്ട് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത് നോക്കണം. അപ്പോൾ നോക്കാം, നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? B = a³ b² ഡിവൈഡഡ് ബൈ √c ഇൻറ്റു ഡി ആണ്. ശരിയല്ലേ ഈ ക്വസ്റ്റ്യൻ? എങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ നമ്മൾ പവർ എന്താണ്? എറർ ഇൻ പവർ ഓർ എക്സ്പോണന്റിന്റെ കേസ് പറഞ്ഞിരിക്കുന്ന കേസ് എന്താണ്? ഫസ്റ്റ് എന്ത് P = എന്താ പറഞ്ഞിരിക്കുന്നത്? പവർ ഇൻറ്റു ഏതാണ്? നമ്മൾ എറർ ഇൻ വാല്യൂ. എറർ ഇൻ എന്താണ് വാല്യൂ നമുക്കുള്ളത്? A പ്ലസ് അടുത്ത് എന്താണ്? പവർ എത്രയാണ്? 2 ഇൻറ്റു എന്താണ് ആ വാല്യൂ? പെർസെൻറ്റേജ് എറർ ഇൻ ബി. അത് എഴുതി. പ്ലസ് എന്ത് ചെയ്യുക? ഇവിടെ √c ആണ് വന്നിരിക്കുന്നത്. പവർ ഉണ്ടോ നമുക്ക് ഇതിനകത്ത്? ഇതിന് പവർ ഇല്ല. ഇത് എന്ത് മാത്രമേ ഉള്ളൂ? ഇതിന് റൂട്ട് മാത്രമാണുള്ളത്. അപ്പോൾ റൂട്ട് ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതിന്
സി ആണ്. സിക്ക് എന്ത് ചെയ്യുക, സി ഇൻറ്റു ഹോൾ റൈസ് ടു എന്താ 1/2. 1/2 ഹോൾ റൈസ് ടു 1/2 ഞാൻ കൊടുത്തതിൻ്റെ കാര്യം എന്താണ്, റൂട്ട് വന്നത് കൊണ്ടാണ് ഞാൻ 1/2 കൊടുത്തത്. അടുത്ത എന്താ ചെയ്യുന്നത്, പ്ലസ് ഡി റൈസ് ടു 1. ഡി റൈസ് ടു 1 ആയതുകൊണ്ട് എന്താണ് 1 ഇൻറ്റു ഡി. അപ്പോൾ എന്താണ്, ഈ ഇക്വേഷൻ ഞാൻ ഈ രീതിയിലേക്ക് ഞാൻ മാറ്റി എഴുതി. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് എന്താണ്, പവർ ഇൻറ്റു ഏതാണോ പവർ വന്നത് ആ പവർ ഇൻറ്റു എറർ ഇൻ ഏത് നമ്പർ എ, പവർ ഇൻ എ പ്ലസ് പവർ ഇൻ ബി ഉണ്ടോ. അടുത്തെന്താണ്, സി വന്നിരിക്കുന്ന റൂട്ട് വന്നത് കൊണ്ടാണ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക, 3 ഇൻറ്റു നമുക്ക് തന്നിട്ടുണ്ട് എ ബി സിക്ക് ഓരോ പെർസെൻറ്റേജ് എറർ ഇൻ എ തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് എറർ ഇൻ ബി തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് എറർ ഇൻ സി തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് എറർ ഇൻ ഡിയും തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് എറർ ഇൻ എ കണ്ടോ, അതേപോലെ തന്നെ പെർസെൻറ്റേജ് എറർ ഇൻ ബി, പെർസെൻറ്റേജ് എറർ ഇൻ സി, പെർസെൻറ്റേജ് എറർ ഇൻ ഡി. നോക്കാം, നമുക്ക് പെർസെൻറ്റേജ് എറർ ഇൻ എ എന്ന് പറഞ്ഞാൽ 1 എറർ ആണ്, പ്ലസ് 2 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുള്ളത്, ബി എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണ് 4 ഇൻറ്റു ഹോൾ റൈസ് ടു 1/2, പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുള്ളത് 2 എന്ന് തന്നിട്ടുണ്ട്. ഇക്വേറ്റ് ചെയ്യാം. 3 ഇൻറ്റു 1 എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ആണ്. 4 ഇൻറ്റു 1/2 ആണ് എങ്കിൽ അത് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, പ്ലസ് 2 പ്ലസ് 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും എനിക്ക്, 3 + 4 + 2 + 2. ആൻസർ എത്ര കിട്ടും നമുക്ക്, 4, 7, 9, 11 എന്ന ആൻസർ കിട്ടും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എറർ എന്ന് പറയുന്നത് എന്താണ്, 11. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, എനിക്ക് ആൻസർ എന്ന് പറയുന്നത് 11% എന്നാണ് എനിക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം കാണുമ്പോഴേക്കും നമുക്ക് എന്തായിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് വരും. വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആൻസർ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും. നോക്കിക്കേ, പവർ ഇൻ പെർസെൻറ്റേജ് ഓഫ് എറർ ഇൻ എ അതാണ് എഴുതിയിരിക്കുന്നത്. എ ക്യൂബ് എന്ന് പറയുന്നത് 3a ആയത് എങ്ങനെയാണ്, നോക്കിക്കേ, പവർ ഇൻ പെർസെൻറ്റേജ് ഓഫ് എ ആണ്. പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 1% തന്നിട്ടുണ്ട്. എന്താണ്, b² എന്ന് പറഞ്ഞാൽ 2b ആണ്. ആ 2b എങ്ങനെയായി, 2 ഇൻറ്റു 2 ആയത് എങ്ങനെയാണ്, ഇവിടെ ഞാൻ എന്ത് തന്നിട്ടുണ്ടായിരുന്നു, എറർ ഇൻ പെർസെൻറ്റേജ് ഓഫ് എന്താണ്, പവർ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ബി തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത് b 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം 3 + 4 എന്ന് പറഞ്ഞാൽ 7 + 2 എന്ന് പറയുന്നത് 9 + 2 എന്ന് പറയുന്നത് 11. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപക്ഷെ ഇതിൽ നിന്ന് ഏറ്റവും പീക്കിൽ മാക്സിമത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. എൻട്രൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് വരുന്നത്. എറർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, എററിൻ്റെ കേസിൽ കോമ്പിനേഷൻ ഓഫ് എററിൽ സം ആൻഡ് ഡിഫറൻസ് പഠിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ പ്രോഡക്റ്റ് കോഷ്യൻ്റ് പഠിച്ചു. അതോടൊപ്പം തന്നെ എന്തും പഠിച്ചു, പവർ ഓർ എക്സ്പോണൻ്റ് പഠിച്ചു. അപ്പോൾ ഈ ഒരു 6 സെക്ഷനാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചാൽ മനസ്സിലാവുന്ന ഒരു സെക്ഷനാണ് കോമ്പിനേഷൻ ഓഫ് എറർ എന്ന് പറയുന്നത്. നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സ്റ്റുഡൻസ് ആണ് ക്ലാസ്സുകൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് തന്നെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഈ 3 സെക്ഷൻ, അതായത് 3 സെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് എററിൽ സമ്മും ഡിഫറൻ്റ് ഉണ്ട്, സം ഓർ ഡിഫറൻ്റ് ഉണ്ട്, പ്രോഡക്റ്റ് ഓർ കോഷ്യൻ്റ് ഉണ്ട്, പവർ ഓർ എക്സ്പോണൻ്റ് ഉണ്ട്. ഇതിൽ നിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റിലേറ്റീവ് എററും മീൻ എററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ 100% ഷുവറായിട്ട് ചോദിക്കും. ഈ ചാപ്റ്ററിൽ നിന്ന് ഓൾമോസ്റ്റ് നമുക്കൊരു 4 മാർക്ക് 5 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ കുറച്ച് റൂൾസാണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, എങ്ങനെയാണ് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കുന്നത്, ഒരു ഡിജിറ്റ് ഉണ്ട് എങ്കിൽ ആ ഡിജിറ്റിൽ എങ്ങനെയാണ് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ കുറച്ച് റൂളും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യനുമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ആൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഉദാഹരണത്തിന് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് എഴുതി. എന്താ ഫസ്റ്റ് എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ 2 4 3 1 4.
എന്താ പറഞ്ഞിരിക്കുന്നത്? ആൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ എന്താ നോൺ സീറോ ഡിജിറ്റ്സ് അല്ലേ? 1 2 3 4 5. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ SF എന്ന് പറയുന്നത് എന്താണ്? 1 2 3 4 5. അപ്പോൾ അവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 5 ആണ്. വേറെ എക്സാമ്പിൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 2 4 1. ഇതിൽ എത്രയാണ് നമുക്കുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 2. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 1 2 3 ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് റൂൾ എന്താണ്? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പം സീറോ അല്ലാതെ വരുന്ന വാല്യൂസ് എല്ലാം നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത്. സപ്പോസ് നമുക്ക് ഇങ്ങനെ എഴുതാം. 2 4 1 0 0 0 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നോൺ സീറോ ഡിജിറ്റ്സ് മാത്രമേ എന്തുള്ളൂ? സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് എത്ര തന്നെയാണ്? 3 തന്നെയാണ്. ഓക്കെ, അതാണ് അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ റൂള് എന്ത് എന്ന് നോക്കാം. ഇതാ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ്. നോക്കിക്കേ, സീറോസ് എവിടെ വരണം? 2 നോൺ സീറോ വാല്യൂസിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സിഗ്നിഫിക്കൻറ്റ് വാല്യൂസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം, 1001 എന്ന് എഴുതി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്തി? 1001. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് സെഫ് എത്രയാണ്? 4. അപ്പോൾ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണ് ഞാൻ. 2 4 1 0 0 4 1. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? 1 2 3 4 5 6. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ സീറോയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കും. എപ്പോഴാണ് എടുക്കുന്നത് നമ്മളിവിടെ? ഈ 2 നോൺ സീറോ വാല്യൂസിൻ്റെ ബിറ്റ്വീൻ വന്നാൽ, ഇടയിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ എടുക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യം ജസ്റ്റ് എന്ത് ചെയ്തിരിക്കണം? ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. എൻട്രൻസിനും അതോടൊപ്പം തന്നെ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ എക്സാമിന് ഉൾപ്പെടെ ഈ ഒരു സെക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുകയും ചെയ്യും. നമ്മൾ അടുത്ത എക്സാമ്പിൾ, തേർഡ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. തേർഡ് എക്സാമ്പിൾ എന്താ? ഇഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ 1നെയും കാട്ടി ചെറിയ നമ്പർ 0 സംതിങ് ആ നമ്പർ വരുന്നതിനാണ് നമ്മൾ ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. ദ സീറോസ് ഓൺ ദ റൈറ്റ് ഡെസിമൽ പോയിന്റ് ബിഫോർ എ നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് എ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ എന്ത് എന്നുള്ളത് നോക്കാം നമുക്ക്. 0.0001 2 3. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 3 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അടുത്ത് ഇത് എക്സാമ്പിൾ 1. വേറൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയാണ്. 0.14210001. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? 1 2 3 4 5 6 7. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ പോയിന്റ് തുടങ്ങി വരുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ലെസ് ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ വന്നാൽ മാത്രമേ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എല്ലാം ആഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1.002138. ഈ ഒരു എക്സാമ്പിൾ ഇപ്പോൾ തേർഡ് എക്സാമ്പിളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? ലെസ് ദാൻ 1 അല്ല, ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ എന്താ? മൊത്തം ആഡ് ചെയ്യുക. 1 2 3 4 5 6 7. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ 7 എന്ന് എഴുതാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കൺസിഡർ ചെയ്യത്തുള്ളൂ. 2. അടുത്ത എന്താ? രണ്ടാമത്തെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ആ സീറോസിനെ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? 7 വന്നത്. ഇവിടുത്തെ കേസ് നോക്കാം നമുക്ക്. 0.1421001 1 2 3 4 5 6 7. അപ്പോൾ ഈ 7 നമ്പറും എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇങ്ങനെ ഒരു നമ്പർ കൂടെ ഇപ്പോൾ നോക്കിക്കേ. ഇങ്ങനെ ഒരു നമ്പർ വന്നു. സപ്പോസ് ഇതുപോലെ ഒരു നമ്പർ വന്നു. അപ്പോൾ ഇതൊരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ് നോക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പം ഇതുപോലെയാണ് കണ്ടീഷൻ വരുന്നത്. ലെസ് ദാൻ 1 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ബാക്കി വരുന്ന ഏതൊക്കെ പോയിന്റ് ഉണ്ടോ ആ ഡിജിറ്റ്സുകൾ, നോൺ സീറോ ഡിജിറ്റ്സിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ബാക്കി വരുന്ന സീറോസിന് എന്ത് ചെയ്യത്തില്ല? കൺസിഡർ ചെയ്യത്തില്ല. അല്ലാത്ത കേസുകളിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നോൺ സീറോ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബിറ്റ്വീൻ വരുന്ന നമ്പേഴ്സിനെ എല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്.
ഈ ഒരു കേസ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും മറന്നു പോകും. അടുത്ത് നോക്കിക്കേ, അടുത്തൊരു എക്സാമ്പിൾ എന്താ പറയുന്നത്, ഫോർ എ നമ്പർ ഓഫ് ഗ്രേറ്റർ ദാൻ 1 വിത്തൗട്ട് എനി ഡെസിമൽ ട്രailing zeros ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ എന്താ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ള നമ്പർ. അപ്പോൾ എത്ര എഴുതാം, നമുക്കൊരു 3200 എഴുതി. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്, ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇവിടുത്തെ എന്ത് ചെയ്യത്തില്ല, സീറോസിനെ എടുക്കത്തില്ല. എന്തിനു മാത്രമേ എടുക്കത്തുള്ളൂ, ഫസ്റ്റ് എക്സാമ്പിൾ. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. വേറൊരു എക്സാമ്പിൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്, ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് ഫോർ എ ഗ്രേറ്റർ ദാൻ 1 വിത്തൗട്ട് എനി ഡെസിമൽ ട്രailing zeros ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്പേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും എന്ത് ചെയ്യത്തില്ല, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ ആ സീറോസിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആഡ് ചെയ്യത്തില്ല. ബാക്കി നോൺ സീറോ ഡിജിറ്റ്സിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന 5ാമത്തെ പോയിന്റ് ആണ്, ഫോർ എ നമ്പർ വിത്ത് എ ഡെസിമൽ ദ ട്രailing zeros ആർ സിഗ്നിഫിക്കൻറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, നമ്മൾ ഡെസിമൽ കഴിഞ്ഞു, ഒരു വാല്യൂ കഴിഞ്ഞ് പോയിന്റ് ഇട്ടിട്ട് പിന്നെ കുറച്ച് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ, സീറോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തായിട്ട് എടുക്കുന്നത്, ആ ട്രailing zero എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു നോൺ സീറോ ഡിജിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ട്രailing zeros വന്നു കഴിഞ്ഞാൽ എത്ര സീറോസ് വന്നാലും അത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്, 1 2 3 4 5 6 7. അപ്പോൾ അവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, 7 ആണ്. അപ്പോൾ അടുത്തൊരു കേസ് എടുക്കാം, വേറൊരു നമ്പർ എടുക്കാം, 51.51 ഇൻറ്റു 10⁻3. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ് വരുന്നത്, ഈ 2 വാല്യൂസിനെ മാത്രമേ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വേറൊരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കാം. വേറൊരു നോക്കേ, 5.1000. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് നോക്കിക്കേ, ഇവിടെ ട്രailing zeros വന്നിട്ടുണ്ട്, ഡെസിമലിന് ശേഷവും സീറോസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്, 1 2 3 4 5 6. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, 6 ആണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അശ്രദ്ധ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും തെറ്റിച്ച് കാണുന്ന ഒരു സെക്ഷൻ കൂടെയാണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സെക്കൻഡ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ബിറ്റ്വീൻ, അതായത് നോൺ സീറോസിൻ്റെ ഇടയിൽ വരുന്ന സീറോസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന സീറോസിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. തേർഡ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്, ലെസ് ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ, ലെസ് ദാൻ 1 ഉള്ള കണ്ടീഷനിൽ, ഉദാഹരണത്തിന് എന്താ പറഞ്ഞിരിക്കുന്നത്, മൂന്നാമത്തെ പോയിന്റ് 0.001 എന്ന് പറഞ്ഞാൽ ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതാ എടുക്കുള്ളൂ, 1 എടുക്കത്തുള്ളൂ. അപ്പം അതായിരുന്നു ആ ഒരു കേസിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ 1 വന്നിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു, മൂന്നാമത്തെ കണ്ടീഷൻ പ്രകാരം ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 4 ആണ്. മനസ്സിലായോ? അപ്പോൾ 4th വണ്ണും എന്ത് തന്നെയാണ്, ഗ്രേറ്റർ ദാൻ 1 വരുന്ന കണ്ടീഷനിലുള്ളത് പറഞ്ഞായിരുന്നു. 5th വൺ എന്താ പറഞ്ഞിരിക്കുന്നത്, ട്രailing zero പോയിന്റിന് ശേഷം, അതായത് ഡെസിമൽ പോയിന്റിന് ശേഷം വന്നു കഴിഞ്ഞാൽ, സീറോസ് വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന, കുറച്ച് പ്രോബ്ലമാറ്റിക് വരുന്ന ഒരു സെക്ഷൻ കൂടെയാണ് നമ്മുടെ ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോയാൽ മതി. നമ്മൾ സ്കൂളിലൊക്കെ ഇത് ചാപ്റ്റർ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിനെ പഠിപ്പിക്കുന്നത്. കാരണം വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അത് ജസ്റ്റ് ഒരു 4 പോയിന്റ് പറയുന്നതോടുകൂടി ആ ചാപ്റ്റർ തീരും. അതുകൊണ്ട് പല സ്കൂളുകളിലും നമ്മൾ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ് പഠിക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ 3rd ചാപ്റ്ററിൻ്റെ കുറച്ച് സെക്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം +2 ക്ലാസ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സയൻസ് ടെക് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പോളിടെക്നിക്കിൻ്റെയും ബിടെക്കിൻ്റെയും ക്ലാസ്സുകളെല്ലാം തന്നെ ഈ ഒരു ചാനൽ ലഭ്യമാവുകയും ചെയ്യും. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.